ചേട്ടൻ്റെ കുഞ്ഞിന് ഒരു ചെക്കപ്പുമായിട്ട് മെഡിക്കൽ കോളേജ് വരെ പോകുമായിരുന്നു കോട്ടയത്തെ. ഞങ്ങൾ എറണാകുളത്തു നിന്ന് രാവിലെ തന്നെ ഇറങ്ങി. ഈ രാവിലെ ഇറങ്ങിയതുകൊണ്ടാവും തോന്നുന്നു തൃപ്പൂണിത്തുറയിൽ ഒരു മനുഷ്യർ പോലും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ ഇത്രയും കാലിയായിട്ട് കാണുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ലച്ചുമോളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എണീറ്റിരിക്കും, പിന്നെയും ഉറങ്ങും. വാശിയില്ലാത്തത് കൊണ്ട് തന്നെ കുറേ സമാധാനം ഉണ്ടായിരുന്നു. അവർ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കാർ വാഷ് ചെയ്യാനാണ് കേട്ടോ. ഫ്ലൈ വീൽ ഓട്ടോ സ്പായിലാണ് പോയത്. നന്നായിട്ട് തന്നെ അവർ ചെയ്തു തന്നു. അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാറിൽ. കുറച്ച് നാളായിരുന്നു കാർ വാഷ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ അടിപൊളിയാക്കി ചെയ്തു തന്നു. 550 രൂപയായിരുന്നു അവിടെ ചാർജ് ആയത്. അതിനുശേഷം ഞങ്ങൾ 1-2 വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞങ്ങൾ ചെന്ന അന്ന് സമരമായിരുന്നു കേട്ടോ. ആ ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ് പൊളിഞ്ഞ് വീണിട്ട് ഒരു ചേച്ചി മരിച്ചിരുന്നില്ലേ, അന്നായിരുന്നു ആ സമരത്തിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ നിറയെ പാർട്ടിക്കാരൊക്കെ ആയിരുന്നു. ബാരിക്കേഡൊക്കെ പൊളിച്ച് പോലീസുകാരൊക്കെ ആയിട്ട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ നൈസായിട്ടങ്ങ് സ്കിപ്പ് ചെയ്ത് പോയി. ശരിക്കും പറഞ്ഞാൽ പേടിയാവും കേട്ടോ. എത്ര പാർട്ടിക്കാരായിരുന്നു എന്നറിയോ അവിടെ ആ സമയത്തുണ്ടായിരുന്നത്. എന്താണല്ലേ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇളകും പാർട്ടിക്കാർ. എന്നാൽ അതിന് മുന്നായിട്ടോ ഒന്നും ഇവരുണ്ടാകത്തില്ല. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാർട്ടി പറച്ചിലായി പോകും. അതുകൊണ്ട് നമ്മൾ ഒട്ടുമിക്ക സാധാരണക്കാരും ഇതിലേക്ക് മിണ്ടാറേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതിപ്പോൾ BJP-കാരായിരുന്നേ. അതിനുശേഷം അതിന് മുന്നേ LDF-ഉം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി എനിക്ക് തോന്നുന്നു ഇവർ ഓരോ സമയത്ത് ഓരോരുത്തരെ വെച്ചിട്ടായിരുന്നു തോന്നുന്നു, ഓരോ സമയം കൊടുത്തേക്കുമായിരുന്നു തോന്നുന്നു. എന്തായാലും കൊള്ളാം. അതിനുശേഷം ഞങ്ങൾ അവരെ വിളിച്ച് വീട്ടിലേക്ക് പോയി. ഉച്ചയായപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞത്. വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു 3-4 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്, 4-5 മണിയായിട്ടുണ്ടാവും വീട്ടിലെത്തുമ്പോൾ. അതിനുശേഷം അവരെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് പോന്നു. പിന്നെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.